വാസുദേവായ. ഭഗവത്ഗീതയെപ്പറ്റി 2 വാക്ക്. ഭഗവത്ഗീത ഒരു സ്വതന്ത്രമായ കൃതിയല്ല. അത് മഹത്തായ ഒരു കൃതിയുടെ ഒരു സന്ദർഭം മാത്രമാണ്. എങ്കിലും അത് ഏത് അർത്ഥത്തിലും മഹത്തായ ഒരു കൃതിയുടെ വാഗ്മയം തന്നെ ആണ്. നിസ്തൂലമായ ഇതിഹാസമായ മഹാഭാരത ഹിമഗിരിയിലെ ഗൗരീശങ്കര ശൃംഗമാണ് ഭഗവത്ഗീത. 18 പർവ്വങ്ങളും 2000 അടങ്ങുന്ന അധ്യായങ്ങളും 1,00,000 ശ്ലോകങ്ങളും ഉൾക്കൊള്ളുന്ന മഹാഭാരതത്തിൽ ഭീഷ്മപർവ്വതത്തിലെ 18 അധ്യായങ്ങൾ മാത്രമാണ് ഭഗവത്ഗീത. കൃഷ്ണ അർജുന സംവാദ രൂപത്തിൽ ഇത് വ്യാസഭഗവാൻ ആലേഖനം ചെയ്തിട്ടുണ്ട്. ചന്ദ്രവംശ വിഭാഗത്തിൽപ്പെട്ട 2 ഭാഗക്കാരുടെ, അതായത് ധൃതരാഷ്ട്ര പുത്രന്മാരായ ദുര്യോധന ആദികളും പാണ്ഡുപുത്രന്മാരായ പാണ്ഡവന്മാരുടെയും കഥയാണ് കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസ മഹർഷി മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്നത്. വേദവ്യാസത്തിൻ്റെ മക്കളാണ് ധൃതരാഷ്ട്രവും പാണ്ഡുവും. അപ്പോൾ വേദവ്യാസൻ മുത്തച്ഛനാണ്. അവർ രാജ്യ അവകാശത്തിന് മത്സരിക്കുക, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തമ്മിൽ യുദ്ധം ചെയ്ത് ദുര്യോധനാദികളെ എല്ലാം കൊന്നൊടുക്കി പാണ്ഡവന്മാർ വിജയം നേടിയതും വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ്. യുദ്ധാരംഭത്തിന് മുമ്പാണ് ഈ ഗീതയുടെ സന്ദർഭം. പാണ്ഡവരിൽ പ്രധാന യുദ്ധവീരനായ അർജുനന് യുദ്ധക്കളത്തിൽ വെച്ച് മനസ്സ് തളർന്നു. അർജുനൻ്റെ ഈ തേർ തെളിച്ചിരുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ ആയിരുന്നു, ഭർത്തസാരഥി. സൈന്യങ്ങളെ നോക്കിക്കാണാൻ സൗകര്യമായ ഒരു സ്ഥലത്ത് തേർ നിർത്തണം എന്ന് അർജുനൻ ആവശ്യപ്പെട്ടു. ഭഗവാൻ തേർ നിർത്തി. അപ്പോൾ ഈ യുദ്ധം ചെയ്യേണ്ടതും കൊല്ലേണ്ടതും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയുമാണ് എന്ന് ഓർത്ത് അർജുനൻ പതറി. എനിക്ക് യുദ്ധം വയ്യ, പിച്ചയെങ്കിലും തെണ്ടി കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് അർജുനൻ വില്ല് താഴെ വെച്ചു. ഭഗവാൻ കൃഷ്ണന് ചിരി വരികയാണുണ്ടായത്. എന്തെല്ലാം ദുരിതാനുഭവങ്ങളും സമാധാന ചർച്ചകളും അനുരഞ്ജന ശ്രമങ്ങളും കഴിഞ്ഞിട്ടാണ് യുദ്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. അസ്ഥാനത്തും അനവസരത്തിലുമുള്ള വികാരക്ഷോഭം മാത്രമാണ് അർജുനന് ഉണ്ടായത് എന്ന് ഭഗവാന് മനസ്സിലായി. ഈ ഭീരുത്വം ഒരു യോദ്ധാവിന് യോജിച്ചതേയല്ല, ഇത് ദുഷ്കീർത്തികരമാണ് എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു. ഇതിന് ആദ്യം ചുരുക്കമായിട്ടും പിന്നീട് ഓരോ സംശയം പരിഹരിക്കാൻ വിസ്തരിച്ചും ഭഗവാൻ കൃഷ്ണൻ പരമാത്മാവിൻ്റെ സ്വരത്തിൽ തന്നെയാണ് ഈ ഗീത അരുളി ചെയ്തത്. ഗീത തത്വങ്ങൾ മുഴുവൻ രഹസ്യങ്ങളിൽ രഹസ്യമാണ്. ഗീതാരൂപങ്ങൾ വ്യാസൻ ഗ്രഹിച്ചിരിക്കുന്നത് അതേ തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ജീവിത സത്യം
മനസ്സിലാക്കി കൊടുത്താൽ അർജുനൻ്റെ ഹൃദയ ദൗർബല്യം മാറ്റാം എന്ന് കണ്ടെത്തി ജീവിത മരണ പരമാർത്ഥ സത്യത്തെ ഉപപാദിച്ചുകൊണ്ടായിരുന്നു തുടക്കം. യുദ്ധത്തിൽ നേരിടുന്നവരെ കൊല്ലേണ്ടി വരും എന്ന് ഭയപ്പെടുന്നത് പരമാർത്ഥബോധം ഇല്ലാത്തത് കൊണ്ടാണ്. ആത്മാവ് നാശം ഇല്ലാത്തതാണ്. ആത്മാവിനെ അമ്പുകൊണ്ടോ മറ്റ് ഏത് ആയുധം കൊണ്ടോ പിളർക്കുവാനോ നശിപ്പിക്കുവാനോ ഒട്ടും സാധ്യതയുമില്ല. മനുഷ്യ ശരീരം നശിക്കുന്നതാണ്, അത് നിലനിൽക്കുന്നതല്ല. യുദ്ധം വേണ്ടെന്ന് വെച്ചാൽ പോലും ശരീരം നശിക്കാതെ ഇരിക്കുകയില്ല എന്ന് ഭാവം. ബാല്യവും യൗവനവും പോലെ വാർദ്ധക്യവും മരണവും എല്ലാം പ്രകൃതി നിയമമാണ്. മരണത്തിൽ ശരീരം നശിക്കുമെങ്കിലും ആത്മാവ് നശിക്കുകയില്ല. പഴയ വസ്ത്രം മാറി പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ മരണത്തോടെ ജീവൻ ആത്മാവ് പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം കൈക്കൊള്ളുന്നു എന്ന് മാത്രമാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ, അതിന് ഉൽപ്പത്തിയോ നാശമോ ഇല്ല. ഇതുമാത്രമായ ആത്മാവിനെ കൊല്ലിക്കാനോ കൊല്ലാനോ വേറെ ആർക്കാണ് കഴിയുക? അർജുനന് ആ തത്വം ബോധ്യമായില്ല എങ്കിൽ വേറെ ഒരു സാമാന്യ യുക്തി പറയാം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ജനിച്ചവർ എല്ലാം മരിക്കും, മരിച്ചവർ പിന്നെ ജനിക്കുകയും ചെയ്യും. മാറ്റമില്ലാത്ത നിയമവും ഇതാണ്. ഇത് ആണെങ്കിൽ പോലും അതിൽ ദുഃഖിച്ചിട്ട് എന്താണ് കാര്യം? ഇനി സാമാന്യ അനുഭവം വെച്ച് നോക്കിയാലും ദുഃഖിക്കാൻ കാര്യമില്ല. ഒന്നിൻ്റെയും ആദ്യവും അന്തവും നമുക്കറിയില്ലല്ലോ. ഇപ്പോൾ കാണുന്ന എന്ന് മാത്രമല്ലേ ഇതുള്ളൂ. ഇനി പരമാർത്ഥം ആലോചിച്ചാൽ ഒന്നിനെ പറ്റിയും ദുഃഖിക്കാൻ കാര്യമില്ലെന്നും കാണാം. എല്ലാവരുടെയും ഉള്ളിലുള്ള ആത്മാവ് നാശരഹിതമാണ്, അത് അവധ്യനുമാണ്. അതുകൊണ്ട് ശോകമേ വേണ്ട. ധർമ്മയുദ്ധം ക്ഷത്രിയരുടെ ധർമ്മവുമാണ്. അതിൽ നിന്ന് ചിന്തിരിക്കുന്നത് ഭീരുത്വവും ദുഷ്കീർത്തികരവുമാണ്. നീ ധൈര്യമായിട്ട് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക. യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് വീരസ്വർഗം പ്രാപിക്കാം. നീ ജയിച്ചാലോ നിനക്ക് രാജ്യവും ഭരിക്കാം. സുഖവും ദുഃഖവും ജയവും തോൽവിയും ലാഭവും നഷ്ടവും എല്ലാം തുല്യമായി കണ്ടുകൊണ്ട് യുദ്ധത്തെ അനുഷ്ഠിക്കുക. അതിൽ നിന്ന് ഒരു പാപവും സംഭവിക്കുകയില്ല. ഇതുപോലെ സാഖ്യബുദ്ധി, അതായത് ജ്ഞാനമാർഗം ആണ് ഇതുവരെ പറഞ്ഞു കൊടുത്തത്. ഇങ്ങനെ ഭഗവാൻ യോഗബുദ്ധി കൂടി, അതായത് കർമ്മയോഗം കൂടി ഉപദേശിച്ചു. അതും ബന്ധം കൂടാതെ കർമാനുഷ്ഠാനത്തിനുള്ള മാർഗമാണ്. പാപം കൂടാതെ യുദ്ധം ചെയ്യാം എന്ന് ആണ് അതിൻ്റെ സൂചന. പ്രവൃത്തിക്കാണ് ഒരാൾക്ക് അധികാരം, ഫലകാംക്ഷ അരുത്. അത് താനേ വന്നു ചേരേണ്ടതാണ്. ഫലകാംക്ഷ സ്വാർത്ഥതയിലേക്കും ബന്ധത്തിലേക്കും നയിക്കാം. പ്രവർത്തിക്കാതെ അലസമായി കഴിഞ്ഞുകൂടുകയും അരുത്. പ്രവൃത്തി ചെയ്യുന്നത് യോഗനിഷ്ഠയോടെ വേണം താനും. മനുഷ്യൻ്റെ സമനില തന്നെയാണ് യോഗം. ലാഭനഷ്ടങ്ങളിൽ മനസ്സ് പതറരുത്. സമത്വബുദ്ധിയുള്ള വ്യക്തി, അതായത് ബുദ്ധിയുക്തൻ, സുകൃത ദുഷ്കൃത ചിന്തയോടെ അല്ല പ്രവർത്തിക്കുന്നത്.
യോഗനിഷ്ഠയോടുകൂടിയുള്ള പ്രവർത്തനം മാത്രമാണ് അത്തരത്തിലുള്ള വ്യക്തിക്കും ലക്ഷ്യം. സമത്വബുദ്ധിയോടുകൂടി പ്രവൃത്തി ചെയ്യുന്ന കർമ്മയോഗി ഫലാപേക്ഷ കൂടാതെ ആജന്മമുക്തനായിട്ട് പരമപദത്തെ പ്രാപിക്കും. അങ്ങനെ ജ്ഞാനമാർഗം കൊണ്ട് ആയാലും കർമ്മയോഗം കൊണ്ട് ആയാലും ഈശ്വരബുദ്ധിയോടെ സമത്വബുദ്ധിയോടെ ഈശ്വരാർപ്പണമായിട്ട് പാപശങ്കയൊന്നും കൂടാതെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പ്രേരിപ്പിക്കുകയാണ് ഭഗവാൻ ചെയ്തത്. തുടർന്ന് കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ജ്ഞാനവിജ്ഞാനയോഗം, അക്ഷരബ്രഹ്മയോഗം, രാജവിദ്യ രാജഗുഹ്യയോഗം, ബ്രഹ്മവിദ്യ വിഭൂതിയോഗം, വിശ്വരൂപദർശനയോഗം, ഭക്തിയോഗം, ക്ഷേത്രജ്ഞ വിഭാഗയോഗം, ഗുണത്രയ വിഭാഗയോഗം, പുരുഷോത്തമയോഗം, ദേവാസുര സമ്പദ് വിഭാഗയോഗം, ശ്രദ്ധാത്രയ വിഭാഗയോഗം, സന്യാസയോഗം എന്നിങ്ങനെ വിഷയങ്ങളെപ്പറ്റി ആധ്യാത്മിക തത്വങ്ങളും പ്രപഞ്ചരഹസ്യങ്ങളുമെല്ലാം വിവരിച്ച് അർജുനനെ കർമ്മധീരനാക്കി ജീവിതത്തെയും പരിപൂർണവും പരിപാവനവുമാക്കി പരമപദത്തിലേക്ക് നയിക്കുന്ന ദിവ്യമായ മന്ത്രമാണ് ഗീത. ജീവിത വിജയത്തിനും ആധ്യാത്മിക ബോധത്തിനും പ്രേരണ നൽകുന്ന ഈ കൃതി വിശ്വസാഹിത്യത്തിൽ നിസ്തുലമായ പങ്കുവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നു. അത്ഭുതങ്ങളിൽ അത്ഭുതം. ലൗകിക ചിന്തയുടെ താഴ്വരയിൽ നിന്ന് ഭഗവാൻ ആധ്യാത്മിക ചിന്തയുടെ ഗിരിശൃംഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതാണ്. യുദ്ധം ചെയ്യുവാൻ ആദ്യത്തെ പ്രേരണ എന്ത് എന്ന ബോധ്യം, മൃതിപ്പെട്ടാൽ സ്വർഗം, ജയിച്ചാലോ രാജ്യാധികാരം, ഭീരുവായി പിന്തിരിയാൻ ശ്രമിച്ചാൽ പിച്ചതണ്ടി കഴിയേണ്ടതായിട്ട് വരും, ജയിച്ച് രാജ്യം അധികാരത്തിലേക്ക് ഉയരാനും സാധിക്കും. പ്രേരണ നൽകുന്ന, ഇതിന് രണ്ടിലും പ്രേരണ നൽകുന്നതാണ് ലൗകികമായ ലക്ഷ്യം. സ്ഥിതപ്രജ്ഞ ലക്ഷണവും നിഷ്കാമകർമ്മവും ലോക സംഗ്രഹ ജീവിത ലക്ഷ്യവും സർവസമ്പന്നഭാവവും സർവസമത്വഭാവവും സർവബോധഹിതേരതിയും പ്രപഞ്ച സ്നേഹസംഗീതമാണ് മുഴക്കിക്കൊണ്ട് ഗീത ഉദ്ഘോഷിക്കുന്നത്. മനുഷ്യനെ ഹീനതയിൽ നിന്നേക്ക് താഴ്ത്തുന്ന കാമക്രോധ ലോഭമോഹ പരിവർജനവും ലോഷ്ടാശ്മകാഞ്ചന സമദർശനവും ജീവിത ബുദ്ധിയുടെ, അതായത് ജീവിതശുദ്ധിയുടെ ഭാവവിലാസം തന്നെയാണ്. ഗീതയിലെ ശ്രീകൃഷ്ണൻ ഈ സമത്വം നിർദ്ദേശിക്കുന്നത് നിഷേധിക്കുകയില്ല എന്ന് മാത്രമല്ല, എല്ലാവർക്കും സമത്വം നൽകണമെന്ന് വ്യക്തമായിട്ട് കരുതുക കൂടി ചെയ്യുന്നു. വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവിഹസ്തിനി ശുനീച ഏവ സ്വഭാഗേ ച പണ്ഡിത സമദർശന. സ്വാവിനോടും സ്വഭാഗനോടും കാണിക്കുന്ന സമദർശന മഹത്വം ആരാണ് നിഷേധിക്കുക? ശീതോഷ്ണ ഭേദങ്ങളിലും കടന്നു ചെല്ലുന്ന ഒരു സമത്വ ദർശനം മനസ് സംസ്കാരത്തിൻ്റെ പരമവേദാത്മഭാവമാണ്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. ഉപനിഷത്തുകളുടെ സാരസർവസ്വമായ ഗീതയുടെ സർവപ്രധാനമായ തത്വം പരബ്രഹ്മമാണല്ലോ. അവ്യക്ത രൂപത്തിൽ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ആ തത്വം.
മയാ തതമിദം സർവം ജഗത് അവ്യക്തമൂർത്തിന മയി പ്രോതമിദം സർവം സൂത്രേ മണികണായിവ. ചരടിൽ മുത്തുമണികൾ പോലെ എന്നിൽ കോർത്തിണക്കിയിരിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ സകലതും. ദൈവമെന്നോ ഈശ്വരനെന്നോ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ എല്ലാം മറ്റു പേരുകളിൽ അറിയുന്ന സർവ ആധാരതത്വത്തെ ഗീതയിൽ അവതാരമൂർത്തിയായ ഭഗവാൻ ഇങ്ങനെ അർജുനെ സാക്ഷാത്കരിച്ച് അനുഭവിപ്പിക്കുന്നു. കൃഷ്ണൻ സ്വയം പരമാത്മാവായി പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വരൂപവിലാസം പ്രത്യക്ഷമാക്കിയും യഥാർത്ഥത്തെക്കുറിച്ച് ഉപദേശം നൽകുന്നതാണ് ഗീതയുടെ വിശേഷത മഹത്വം. താനാണ് പ്രപഞ്ചത്തിലെ സൃഷ്ടാവെന്ന് രക്ഷകനെന്നും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഭഗവാൻ. നമേ വാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. പരമാർത്ഥത്തിന് കർത്തവ്യമായിട്ടൊന്നുമില്ലെങ്കിലും, പരമാർത്ഥത്തിൽ പരമാത്മാവിന് കർത്തവ്യമായിട്ടൊന്നുമില്ലെങ്കിലും ഇപ്പോഴും ലോകരക്ഷയ്ക്കായിട്ട് പ്രവർത്തന നിരതൻ ആണ് എന്ന് ഇവിടെ പ്രസ്താവിക്കുന്നു. ധർമ്മത്തിൽ ഇടിവും അധർമ്മത്തിന് തഴപ്പും സംഭവിക്കുമ്പോഴൊക്കെ ദുഷ്ടരെ നശിപ്പിച്ച് ശിഷ്ടരക്ഷ ചെയ്യുവാൻ വേണ്ടി പരമാത്മാവ് അവതാരം കൈക്കൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്ന ആ സന്ദർഭം ലോകത്തിന് നിത്യ ആശ്വാസകരമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ സൃജാമ്യഹം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. ലോകത്തിൻ്റെ ഭദ്രമായ നിലനിൽപ്പ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ്. ലോക സംഗ്രഹമായിരിക്കണം ആരുടെയും ലക്ഷ്യം എന്ന് ഗീത വിശ്വസിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരമാണ് മനുഷ്യൻ്റെ പരമമായ ലക്ഷ്യം. അതിലേക്ക് വേണ്ട അനുഷ്ഠാനങ്ങളും ധ്യാനങ്ങളും എല്ലാം ഭഗവാൻ ഗീതയിൽ വിവരിക്കുന്നുണ്ട്. പരബ്രഹ്മത്തെ ആശ്രയിച്ചാൽ പാപമോചനവും പരമപ്രാപ്തിയും സിദ്ധിക്കും. ഭക്തിഭാവന ഇതിൽ നിന്ന് രൂപം കൊണ്ടതാണ്. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി ഉള്ളിൽ പൊന്തി വരുന്നു. ജീവിതത്തിൻ്റെ പാടെ മാറ്റം വന്ന നമ്മുടെ ഈ കാലത്തിൽ ഗീതയുടെ പ്രസക്തി എത്രയുണ്ട്? ഭൗതികമായ ചില സുഖസൗകര്യങ്ങൾ സാങ്കേതിക വിദ്യ കൊണ്ട് നമുക്ക് കൈവന്നിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ജനനവും മരണവും സുഖവും ദുഃഖവും ഭീതിയും സന്തോഷവും ഒക്കെ അന്നത്തെ പോലെ തന്നെയാണ് ഇന്ന്. പ്രകൃതി നിയമങ്ങളെല്ലാം ഒരു മാറ്റവും കൂടാതെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലതിനെ പറ്റിയുള്ള വിവരങ്ങൾ നാം നോക്കിക്കൊണ്ടും ആലോചിച്ചുകൊണ്ടും മുന്നേറിയിട്ടുണ്ട്. എങ്കിലും നോക്കാനോ കാണാനോ വയ്യാത്തതാണ് എന്നത്തെയും പോലെ ഇന്നും മനുഷ്യജീവിതത്തെ പറ്റിയുള്ള പരമാർത്ഥങ്ങൾ. അതുകൊണ്ട് ഭഗവത്ഗീത അന്നും ഇന്നും മനുഷ്യന് പ്രസക്ത ഭാഗങ്ങൾ തന്നെയാണ്. ഓരോ ദിവസമായി ഓരോ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങൾ തുടർന്ന് നമുക്ക് പങ്കുവയ്ക്കാം. ഓം നമോ നാരായണായ.